ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ പ്രത്യേകമായ മുരീദന്മാരോട് പറയുന്നുണ്ട്, 29 കൊല്ലം ഇറാഖിന്റെ പല ഭാഗങ്ങൾ കൂടി ഞാനിങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന കാലമായിരുന്നു. 25 ചുറ്റി നടന്നവർന്ന് ശൈഖ് ജീലാനി തങ്ങൾ സംഭവത്തിൽ പറഞ്ഞതുപോലെ 29 വർഷക്കാലം ഇറാഖിന്റെ മരുഭൂമികൾ കൂടി അതുപോലെ പ്രത്യേകമായ വിജനമായ പല സ്ഥലങ്ങൾ കൂടി ഒറ്റപ്പെട്ടുള്ള യാത്രയായിരുന്നു എനിക്ക്. ആരാ പറയണത്? ശൈഖ് റിഫായി തങ്ങൾ തന്നെയാണ്. അവരുടെ കഥ അവർ തന്നെയല്ലേ പറയാ, പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ വമാ നിംതു ലൈലം വനഹാറൻ ഫീഹാ, ആ 29 കൊല്ലത്തിൽ ഞാൻ ഉറങ്ങുന്നില്ല. സാധാരണ മനുഷ്യന്മാരൊക്കെ ഉറങ്ങണൊരു ഉറക്കണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഉറക്കം എനിക്കുണ്ടായിട്ടില്ല. നോക്ക്, ഇതൊക്കെ അവിടുത്തെ ജീവിതമാണ്. 29 കൊല്ലം അവരുടെ അവസ്ഥയാണ്. മാത്രമല്ല ആ കാലത്ത് മറ്റു ചില സമയങ്ങളിലോ ബഹുമാനപ്പെട്ടവർ തന്നെ പറയാണ്, അഫ്തർതു സൗമ ബഅദ 40 യൗമൻ വഅഹ്യാനൻ ബഅദ 50 യൗമ. ആ കാലഘട്ടത്തിൽ എനിക്ക് വിസ്വാലിന്റെ നോമ്പുണ്ടായി. ഒരു ദിവസം നോമ്പ് തുടങ്ങിയിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നോമ്പ് മുറിക്കുന്നത്, ചിലപ്പോൾ 50 ദിവസം കഴിഞ്ഞിട്ട്. ആ കാലഘട്ടത്തിൽ എനിക്ക് വിസ്വാലിന്റെ നോമ്പുണ്ടായി. ഒരു ദിവസം നോമ്പ് തുടങ്ങിയിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നോമ്പ് മുറിക്കുന്നത്, ചിലപ്പോൾ 50 ദിവസം കഴിഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, അബ്ദുസ്സമദ് അൻവരി എന്ന് പറയുന്ന ഈ കുറുവട്ടൂർ വിഭാഗം മുസ്ലിയാർ പറയുന്ന കാര്യങ്ങള് മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങളാണ്. അപ്പോ മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലും ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, എക്സ് മുസ്ലിങ്ങൾ വരാറുണ്ട്. മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ ഇല്ല. പിന്നെ നിങ്ങൾക്ക് മനുഷ്യന്റെ ബുദ്ധി അല്ല ഉള്ളത് എന്നുള്ള നിലയ്ക്ക് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുക. ഞങ്ങൾ വിശ്വാസികൾ എന്ന് പറയുന്ന ചില ആളുകളും തമ്മിലുള്ള തർക്കമാണ്, അത് ഞങ്ങൾ തീർത്തോളാം. അപ്പൊ ഇവിടെ 29 വർഷമായിട്ട് ഉറങ്ങാത്ത റിഫായി ഷെയ്ഖ് ഈ കഥ ഇവർ എഴുതി വെക്കുകയും പാടി നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്, അതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഇന്നിവിടെ പറയുന്നത്. അതുപോലെ തന്നെ വിസ്വാലിന്റെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് 40 ദിവസം 40 യൗം, അതുപോലെ തന്നെ 50 യൗമൊക്കെ ആലത്തൂൽ നോമ്പാണ്. നോമ്പ് മുറിക്കലില്ല എന്നുള്ളതാണ്, അത്താഴമില്ല. അങ്ങനെ ആലത്തൂലായിട്ട് നോമ്പെടുത്തുകൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പറയുവാനുള്ള കാര്യം എന്താണ്, കാരണം എന്താണ്? ഞാൻ ഇന്നലെ ഒരു യുവ പ്രഭാഷകന്റെ പത്തനാപുരത്തുകാരനായ ഒരു പ്രഭാഷകന്റെ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗം കേട്ടപ്പോ അതിൽ അദ്ദേഹം പറയുന്നത്, മുസ്ലിയാക്കന്മാര് രാജാക്കന്മാരെ പോലെയാണ്, മുസ്ലിയാക്കന്മാര് ഇറച്ചി ഇന്നാത്ത ദിവസമില്ല, മുസ്ലിയാക്കന്മാര് മീൻ കഴിക്കാത്ത, വില കൂടിയ മീൻ കഴിക്കാത്ത, ഭക്ഷിക്കാത്ത ദിവസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ വയലിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ മുസ്ലിയാക്കന്മാരിപ്പോ രാജാക്കന്മാരുടെ പോലെയാണ്, അവരുടെ ഭക്ഷണ കാര്യങ്ങൾ എന്നുള്ളതാണ്. എന്നാൽ ഒരു കൂലിപ്പണിക്കാരന് പോലുമുള്ള ശമ്പളം അവർക്ക് ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് അതുകൂടി കേൾക്കാം. എന്നാൽ മനസ്സിലാവും ഇവർ ഈ കള്ളത്തരം, ഈ കള്ളക്കഥകൾ ഇങ്ങനെ പറയുന്നതിന്റെ ഒരു യാഥാർത്ഥ്യം. നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഞാൻ ചോദിക്കുന്നു, ഈ ഇരിക്കുന്നതിൽ പണക്കാരനുണ്ട്, കോടീശ്വരന്മാരുണ്ട്, ഇല്ലേ? അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നവരുണ്ട്, ജോലി കൂലി കരടക്കുന്നവരുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയല ആരാ? ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്നെ പറയട്ടെ, ഇരിക്കണ എല്ലാം കാശാരന്മാരല്ല. അള്ളാഹുവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? വെടികൊണ്ടതുവരിക്കും, ദഹിക്കണില്ല. ഇവിടെ എല്ലാ ദിവസവും ഇറച്ചീനാണ് ആരാ ഉള്ളേ? ഏറ്റവും നല്ല മീൻ കഴിക്കണ ആരാ ഉള്ളേ? ഇപ്പൊ AP ഉസ്താദിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഉസ്താദന്മാരായി. AP ഉസ്താദിന്റെ കാര്യം പറഞ്ഞാൽ അതിൽ കുറച്ച് ഭാഗം കൂടി ഉണ്ട്, നമുക്ക് കേൾക്കാം. ഇവിടെ സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം അദ്ദേഹം പറയുന്നത്, ആരാടോ ഇവിടെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്, ആരാടോ ഇവിടെ ഏറ്റവും നല്ല മറ്റുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നത്? ഉസ്താദന്മാരാണ്. നിങ്ങൾക്ക് എന്താണ് പേടി, മടി എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ ഉസ്താദന്മാര് തെണ്ടിച്ചുണ്ടാക്കിയത് കൊണ്ടാണോ ഇത് കഴിക്കുന്നത്? അല്ല, നാട്ടുകാരെ ഇവർക്ക് ഒരു മഹത്വം കൽപ്പിച്ചുകൊണ്ട് ഇവർക്ക് നൽകുന്ന ആ ഒരു കാര്യമാണ്. പല വീടുകളിലും മക്കൾക്ക് കൊടുത്തിട്ടില്ലെങ്കിലും ഇവരുടെ ചെലവ് ദിവസങ്ങളിൽ നന്നായിട്ട് ഇവർക്ക്
നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതിങ്ങനെ നിങ്ങൾ വിളിച്ചു പറയണ്ട. ഈ കൗമ് സ്വന്തം മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതോ ഇപ്പൊ നേരത്തെ അബ്ദുസമദ് അൻവരിയെ പോലെയുള്ള ആളുകൾ പറയുന്ന കള്ളക്കഥകളോ, 29 വർഷമായിട്ട് ഉറങ്ങിയിട്ടില്ല, 40-50 ദിവസമൊക്കെ നോമ്പെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ നുണ പറയുന്നത് ഇതുപോലെ നിങ്ങളെ തീറ്റിപ്പോറ്റുന്നത് കൊണ്ടാണ്. ഇവര് തീറ്റിപ്പോറ്റുന്ന നല്ല ഉഷാറായിട്ടാണ്, കൂശാലായിട്ടുള്ള തീറ്റ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നുണ പറഞ്ഞാൽ ഒരു വിശ്വസിച്ചോളും എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് തന്നെയല്ലേ അല്ലേ? ഇനി അദ്ദേഹം പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ AP ഉസ്താദിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഞാൻ തന്നെ ചിന്തിച്ചത് പറയട്ടെ. അതല്ലേ പറഞ്ഞത്, ആലിമീങ്ങളെ കുറിച്ചടോ, ആലിമീങ്ങളാടോ ഇന്ന് രാജാക്കന്മാരെ പോലെ ജീവിക്കണത്. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ഈ ഇരിക്കണ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? നിങ്ങൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്നല്ലോ. ഞാൻ ചോദിക്കുന്നു, ഈ ഇരിക്കുന്നതിൽ പണക്കാരനുണ്ട്, കോടീശ്വരന്മാരുണ്ട്, ഇല്ലേ? അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നവരുണ്ട്, ജോലി കൂലി കലയെടുക്കുന്നവരുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയല ആരാ? ഓക്കെ, ഞങ്ങൾക്ക് അറിയുകയും ചെയ്യും, പറയുകയും ചെയ്യും. എന്നാൽ പൊന്നാരന്റെ പത്തനാപുരത്തുകാരൻ സിറാജുദ്ദീൻ ഉസ്താദ് ഏറ്റവും വലിയ എൽമിന്റെ മദീന എന്ന് പറയുന്നത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ആ മദീനയിലേക്കുള്ള കവാടമായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആ എൽമിന്റെ മദീനയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം മടിപ്പിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. അവസാന നാളുകളില് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിരിയുന്ന ആ സമയത്ത് തലേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടച്ചട്ട ജൂതന്റെ കയ്യിൽ കൊടുത്ത് പണയം വെച്ചിട്ട് അതിന് ലഭിച്ച ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ റൊട്ടി കഴിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. മുസ്ലിയാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ എൽമിന്റെ മദീന, ഉസ്താദ്മാര് എന്ന് പറഞ്ഞല്ലോ, ഉസ്താദ്മാരുടെ ഉസ്താദല്ലേ അല്ലേ? എൽമിന്റെ മദീനയിലേക്കുള്ള കവാടം എന്ന് പറയുന്ന എൽമിന്റെ വൃക്ഷമായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ, അള്ളാഹുവിന്റെ ദീന് അത് പടുത്തുയർത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പുല്ല് വെട്ടിക്കൊടുത്ത് അത് മറ്റുള്ള ആളുകൾക്ക് വിറ്റ് അതിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പോറ്റിയിരുന്ന ആളായിരുന്നു മുസ്ലിയാരെ. നിങ്ങൾ ഈ ഉസ്താദ്മാര് ഇവിടെ വലിയ കോലാഹലം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇജാതി പച്ച കളവും പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഉമ്മത്തിനെ പഴപ്പിക്കുന്നത്. മുസ്ലിയാക്കന്മാർക്ക് ആളുകള് അവര് ജോലിക്കാരാണ്. ആ ജോലിയുടെ ഭാഗമായിട്ടുള്ള ശമ്പളവും ഭക്ഷണവും കൊടുത്താൽ മതി. അതിനപ്പുറമായിക്കൊണ്ട് ഇത് കൊടുക്കുന്നതിനല്ല, നിങ്ങൾ എങ്ങനെ വേണേലും കൊടുത്തോ ജനങ്ങളെ. പക്ഷേ അവരെ നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കരുത്. അവര് നിങ്ങളെ വഴിപിഴപ്പിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ, 29 കൊല്ലായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അത് കറാമത്തായിട്ടാ പറയുന്നത്. അങ്ങനെ ഒരു കറാമത്ത് അല്ല കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കറാമത്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാലയിലല്ല വരേണ്ടത്. നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന പാടിക്കൊണ്ടിരിക്കുന്ന പാളക്കിതാബുകളിലല്ല വരേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും ഉറങ്ങുമായിരുന്നു, ദിവസവും ഉണരുമായിരുന്നു, ദിവസവും ഭക്ഷണം കഴിക്കുമായിരുന്നു, ദിവസവും നടക്കുമായിരുന്നു, യുദ്ധത്തിൽ പങ്കെടുക്കുമായിരുന്നു, സങ്കടപ്പെടുമായിരുന്നു, സന്തോഷിക്കുമായിരുന്നു, ഇല്ലേ? മലമൂത്ര വിസർജനം നടത്തുമായിരുന്നു, വിയർക്കുമായിരുന്നു. ഇതെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്ര താളുകളിൽ നമുക്ക് ഇതെല്ലാം കാണാവുന്നതാണ്. റസൂലുള്ളാഹിനെക്കാട്ടിലും വലിയൊരു സുജായിന് ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചരിതരായ സ്വഹാബത്തിൽ ഖുലഫാഉർ റാഷിദീങ്ങൾ അവരെക്കാട്ടിലും വലിയൊരു സുജായികൾ ഉണ്ടായിട്ടില്ല. അവരടക്കമുള്ള അശറത്തുൽ മുബശ്ശിരീൻ, അവരടക്കമുള്ള ബദരിയീൻ, 1,00,000 ചില്ലാനം സഹാബാക്കള്, അവർക്കൊന്നും ഇല്ലാത്തൊരു പോരിശ നിങ്ങളെ ഷിയാക്കളുടെ ഉസ്താദന്മാർക്ക് കൊടുക്കണ്ട, അനുവദിക്കൂല. അത്രയാണ് പറയാനുള്ളത്. ഇവർക്ക് നിങ്ങൾ കൊടുക്കുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. നമ്മളൊക്കെ ഇത് കൊടുക്കുന്ന ആളുകളാണ്. അതൊക്കെ അതിന്റെ മാന്യമായിട്ട്. എന്റെ മക്കൾ തിന്നാത്തൊന്നും ഇവിടുന്ന് പുറത്താർക്കും കൊടുക്കലില്ല. അത് ആര് തന്നെ ആയാലും. എന്റെ മക്കൾക്ക് കൊടുക്കാത്തതൊന്നും ആർക്കും കൊടുക്കൂല. എന്റെ മക്കൾക്ക് കൊടുക്കാൻ ഉണ്ടാക്കുന്ന അതേ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തന്നെ ഉണ്ടാവുള്ളൂ പുറത്ത് ആർക്ക് കൊടുക്കുകയാണെങ്കിലും. അപ്പോ ആ ഒരു അവസ്ഥയാണ് എന്റേത്. ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇത് വലിയ ഒരു സംഭവമാക്കിയിട്ട് തലയിലേറ്റി നടക്കുമ്പോഴാണ് ഇവർ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ പച്ചക്കളവ് ഇങ്ങനെ വാരി വലിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവർ എഴുതി വെച്ച പാളക്കിതാബുകൾ, ഇൻഷാ അല്ലാഹ് റിയാക്ടിംഗ് വീഡിയോസിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ, ഇവര് ഔലിയാക്കളാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, ഇവര് ഇസ്തിഗാസ ചെയ്യാൻ പറയുന്ന ആളുകളെ അവരെ നിങ്ങൾ ആ ഗണത്തിൽ കൂട്ടേണ്ടതില്ല എന്ന് സംസ്ഥാനയുടെ അധ്യക്ഷൻ
നജീബ് മൗലവി പറയുന്ന വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.